നമസ്കാരം. പതിരും കതിരും. മുതുകള്ളത്തിന് കന്നന്തിരിവിലുണ്ടായ കുട്ടിയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. നാക്കെടുത്താൽ നുണയെ പറയൂ. വെള്ളമില്ലാത്ത കള്ളമിന്നെൻ്റെ കള്ളിൽ ഞാൻ ചേർത്തുവെന്ന് വൈലോപ്പിള്ളി പാടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാത്ത കള്ളമാണിവരുന്ന് കമ്മ്യൂണിസത്തിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുവാൻ ശക്തി നൽകണമേ എന്നല്ല പാർട്ടി ക്ലാസുകളിൽ സഖാക്കൾ കമ്മിക്കുട്ടന്മാരെ പഠിപ്പിക്കുന്നത്, നുണ പറയാൻ ശക്തി കിട്ടണേ എന്നാണ്. അത്തരത്തിലൊരു നുണ പൊളിഞ്ഞടിഞ്ഞത് അമൂർത്ത ഗോവിന്ദൻ അഭിനയിച്ച ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകത്തിലാണ്. പിന്നെ അടുത്ത നാടകം പൊളിഞ്ഞത് ശൈലജ മാത തുലാഭാരതത്തിലെ ശാരദയായി വന്ന് നടിച്ച തൊഴിലുറപ്പ് ചരിതം ഓണം അലവൻസ് എന്ന നാടകത്തിലാണ്. കായംകുളത്തെ പ്രതിഭ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കുടുംബശ്രീ ഇടതിൻ്റെ കുട്ടി എന്ന കഥാപ്രസംഗവും വേണ്ടത്ര ശോഭിച്ചില്ല. ഇപ്പോഴിതാ കൊല്ലത്തെ ഒരു സഖാത്തി കോൺഗ്രസ്സുകാരിയായി അഭിനയിച്ച കശുവണ്ടി നാടകവും പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. കുണ്ടറയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു സ്ഥലം MLA ആയ PC വിഷ്ണുനാഥ്. പെട്ടെന്നൊരു ചേച്ചി പ്രത്യക്ഷപ്പെട്ട് KPSC ലളിതയെ കവച്ചു വെച്ച ഒരു അഭിനയം അങ്ങ് കാച്ചിക്കൊടുത്തു. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സാറിൻ്റെ മുഖം ഒന്ന് കണ്ടതാ. സാർ ഇപ്പോൾ ഇറങ്ങാറായില്ലേ? ഞങ്ങൾ എന്തിനാ സാറിനെ ജയിപ്പിച്ചു വിട്ടത്? ഞാനൊരു കോൺഗ്രസ്സുകാരിയായ കശുവണ്ടി തൊഴിലാളി വിഷ്ണുനാഥിനെ തടയുന്ന ദൃശ്യങ്ങൾ ഇടതു ഹാൻഡിലുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. അപ്പോൾ വിഷ്ണുനാഥിന് ഒരു സംശയം. അതാണ് ഉറുമീസ് എന്ന ഒരു സിനിമയിൽ പ്രേംകുമാർ പറയുന്നത് പോലെ എന്തിനാണ് സ്ത്രീ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് ഇടയ്ക്കിടെ പറയുന്നത്? വിഷ്ണുനാഥ് ആരാമോൻ ആ കോൺഗ്രസ്സുകാരിയെ തേടി നടന്ന് കണ്ടുപിടിച്ചു. താനിവിടെ MLA ആയിട്ടിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരി ഇത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേടാർക്കാണ്? അപ്പോഴാണ് നടുക്കുന്ന ട്വിസ്റ്റ് ഉണ്ടായത്. കോൺഗ്രസ്സുകാരി എന്ന് പറഞ്ഞ് അഭിനയിച്ച വീട്ടമ്മ കൊറ്റൻകര പഞ്ചായത്തിൽ CPMന് വേണ്ടി മത്സരിച്ച സീമ ബാബുവിൻ്റെ മാതാവായ കമ്മിണിയമ്മയാണത്രേ. മകൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചു. അമ്മ പാർട്ടിക്ക് വേണ്ടി നാടകം കളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ PC വിഷ്ണുനാഥ് ആ കമ്മിണിയമ്മയെ മാതൃസഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ശരിക്കും ഒരു അവലോകനം അങ്ങ് നടത്തിക്കൊടുത്തു. എൻ്റെ അമ്മയെപ്പോലെയാണ് നിങ്ങൾ. അപ്പോൾ ആ അമ്മ സങ്കല്പം പറഞ്ഞു, സാർ ഞങ്ങളുടെ MLA ആണ്. അതോടെ അവർ അമ്മയും മകനുമായി. മാടമ്പി സിനിമയിൽ KPSC ലളിത ക്ലൈമാക്സ് വരെ മകൻ ഗോപാലകൃഷ്ണ പണിക്കരെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇവന്മാർ അരിയാഹാരമാണോ ഒറോട്ടിയാണോ കഴിക്കുന്നത്? ഗോവിന്ദനൊപ്പം അഭിനയിച്ച മൊയ്തീന് 2000 രൂപയായിരുന്നു പ്രതിഫലം. എന്തൊക്കെയാണെങ്കിലും അത് നല്ല പ്രതിഫലം തന്നെയാണ്. കുണ്ടറയിൽ PC വിഷ്ണുനാഥിൻ്റെ മുമ്പിൽ വില്ലത്തിയായി വന്ന സ്ത്രീക്ക് എത്ര രൂപ കൊടുത്തു കാണും? സഖാക്കളെ, ആ നാടകവും പൊളിഞ്ഞു പോയല്ലോ. ഈ വിഷയത്തിൽ CPMന് മറുപടി പറയാനുമില്ല. കണ്ണാടിക്കൂട്ടിൽ കിടന്നുകൊണ്ടാണ് സഖാക്കൾ അമേധ്യം വാരി മറ്റുള്ളവരെ എറിയുന്നത്. ഇത്തരം ബുദ്ധിയില്ലാത്ത ഈ വർഗത്തെ കമ്മികളെന്നല്ലാതെ എന്തു വിളിക്കാനാണ്? PR പ്രവർത്തനങ്ങൾ എല്ലാം ഈ പാർട്ടിയുടെ കൗപീനം അഴിച്ചു കളയുകയാണ്. തെരഞ്ഞെടുപ്പിന് ക്യാപ്സൂൾ വർക്ക് ചെയ്യാൻ വലിയ വില കൊടുത്ത് പാർട്ടി സൈബർ സംഘത്തെ ഇറക്കുന്നതായും കേട്ടു. കുറിക്ക് കൊള്ളുന്ന മറുപടി നൽകാൻ കഴിയുന്നവർക്കാണ് നിയമനം. കുറിക്ക് കൊള്ളുന്ന മറുപടി പറയാനിരിക്കുന്നവർക്ക് ഒടുവിൽ സഖാക്കളുടെ വിഡ്ഢിത്തത്തിനെല്ലാം മറുപടി പറയേണ്ട ഗതികേടാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് ദില്ലിയിൽ നിന്നും ഒരു മണിശങ്കർ അയ്യർ കേരളത്തിൽ വന്നിരുന്നു. അതും PR വർക്കായിരുന്നു. കോൺഗ്രസ്സുകാർ അയാളെ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ട് കാലങ്ങളായി. പാർട്ടിയുടെ കുണ്ടറയിലെ കശുവണ്ടി കമ്പനിയും ഞാൻ കോൺഗ്രസ്സുകാരിയാണെന്ന് കള്ളം പറയുന്നു. എന്നാൽ പാർട്ടിയുടെ അടിവേരിളക്കി പഴയ സഖാക്കളൊക്കെ കോൺഗ്രസും BJPയുമാകുന്ന കണ്ടിട്ടും ഇവർക്ക് സഹിക്കുന്നില്ല. ഏതവൻ വേണമെങ്കിലും പൊക്കോട്ടെ, പോണാൽ പോകട്ടും പോടാ എന്നാണ് ഗോവിന്ദൻ്റെ നയം. പിണറായി വിജയൻ നടത്തിയ ആലിംഗന നാടകമാണ് ഇപ്പോഴന്തങ്ങൾ ആഘോഷിക്കുന്ന മറ്റൊരു സീൻ. എന്തൊരു വൈകാരികമായ മുഹൂർത്തമെന്നാണ് തള്ളൽ. കൊല്ലുവാൻ തരിക്കുന്നൊരൻ കയ്യാൽ നല്ല അനുഗ്രഹ നാട്യങ്ങൾ കാട്ടിയെന്ന് കവി പാടിയിട്ടുണ്ട്. അതുപോലെ എന്തൊരു ആലിംഗനമായിരുന്നു ആ കൈകൾ ചേർത്ത് പിടിച്ച്. പിണറായിക്കൊരു മുസൽമാനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അങ്ങ് കാശ്മീരിൽ നിന്നും നല്ല ചൊകാന്നിരിക്കുന്ന ഫാറൂഖ് അബ്ദുള്ള വരണം. അദ്ദേഹം പിന്നെ മുൻ മുഖ്യമന്ത്രിയുമാണല്ലോ, എല്ലാം കൊണ്ടും യോഗ്യൻ. പിണറായി വിജയൻ്റെ വാരിയെല്ലുകൾ ചേർത്ത് ആരും ഇങ്ങനെ വാരി പുണരുന്നതല്ല. മലപ്പുറത്തെ മുസ്ലിങ്ങൾ കണ്ടുപഠിക്കണം. ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കാശ്മീരുകാർ കരച്ചിലോട് കരച്ചിലാണിപ്പോൾ പിണറായിയോട്. അവിടെ മുണ്ടുപൊക്കി നോക്കി വെടിവെച്ച് വീഴ്ത്തപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു കമ്മിയും കരയുന്നുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം PR നാടകങ്ങൾ കാണാനിരിക്കുന്നു. പിണറായി കപ്പുകടിയും ആട്ടലും കെട്ടിപ്പിടുത്തവും കഴിഞ്ഞു. ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നു.